ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സേഫ്പാഡിൽ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ട് ഉണ്ടാക്കുക, അതായത് BFICയുടെ കേട്ടോ. BFICയുടെ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും ബിലോ നെറ്റ്വർക്കിൽ ഏത് സമയത്തും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല, ചില നേരത്ത് പെൻഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റാമാസ്കിൽ അല്ലെങ്കിൽ സേഫ്പാഡിൽ അക്കൗണ്ട് ഉണ്ട്. ചിലവർക്ക് മെറ്റാമാസ്കിൽ BFIC മെയിനായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സേഫ്പാഡിൽ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ സേഫ്പാഡ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അതിങ്ങനത്തെ സർഫേസാണ് കാണിക്കുക ഒരു അക്കൗണ്ടിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഉണ്ടല്ലോ സെർച്ച് ഓള് ഇങ്ങനത്തെ ഒരിതുണ്ടാവും, സെർച്ച് ആൻഡ് ഓള്. ആ ഓളിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ സെലക്ട് നെറ്റ്വർക്ക് എന്ന് കാണാം. അപ്പോൾ ഒരുപാടെണ്ണം വരും. അപ്പോൾ നമ്മളിത് ഇവിടെ ചിലപ്പോൾ കാണാൻ പറ്റില്ല BFIC. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ പ്ലസ് കണ്ടില്ലേ, പ്ലസ് കണ്ടില്ലേ, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. പ്ലസ്സിൽ നമ്മൾ ടച്ച് ചെയ്യുക, ആഡ് മാനുവലി. ഓക്കെ, ആഡ് മാനുവലിൽ ടച്ച് ചെയ്യുക. നെറ്റ്വർക്ക് നെയിം നിങ്ങൾക്കറിയാം എന്താണ്, BFIC മെയിൻ നെറ്റ് അല്ലേ. അത് കഴിഞ്ഞിട്ട് RPC URL എടുക്കണം. RPC URL നിങ്ങളുടെ കൈവശം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ സീനിയറോട് ചോദിച്ച് വാങ്ങാം. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. ഒന്നും തൊട്ടപ്പോട്ടെ. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ എല്ലാം ചെയിൻ ID ഉണ്ട്, RPC URL ഉണ്ട്, സിമ്പൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കോപ്പി ചെയ്യാം. RPC URL കോപ്പി ചെയ്തു. നേരിട്ട് നമ്മളിവിടെ വന്നു, ഇതൊരു പ്രശ്നമാണ്. ഓക്കെ, ഇതേപോലെ ഇത് കോപ്പി ചെയ്ത് അത് കഴിഞ്ഞിട്ട് ചെയിൻ ID കോപ്പി ചെയ്തു. ചെയിൻ ID അത് വന്നു. ചെയിൻ IDയിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പോൾ കറൻസി സിമ്പൽ നമുക്കറിയാം എന്താണ്, BFIC. ഓക്കെ, അത് കഴിഞ്ഞിട്ട് URL അതും കൂടെ നമുക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ അതിൻ്റെ എക്സ്പ്ലോറർ. ഓക്കെ, എക്സ്പ്ലോററും ഇങ്ങനെ കോപ്പി ചെയ്യാം, നേരിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ ഇത് ആഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ വരും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എങ്ങനെ വരണം എന്നുള്ളത്. കണ്ടില്ലേ, BFIC കാണിക്കുക. നമ്മൾ പേര് കൊടുത്താൽ മതി. ഇവിടെ പേര് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ BFIC വന്നു. ഞാനിവിടേക്ക് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിലോ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് കോയിൻ വേണമെങ്കിലും നമുക്ക് മാനേജിങ് കോയിനിൽ പോയിട്ട് ഏത് കോയിൻ വേണമെങ്കിലും ഇവിടെ ഏത് നെറ്റ്വർക്കിലെ കോയിനും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് തൽക്കാലം BFICയും ബിലോവും BNB അല്ലെങ്കിൽ USDT, അത് BNBയിലുള്ള USDT അത് മാത്രം മതിയാവും തൽക്കാലം. ഓക്കെ, അപ്പോൾ ഇതാണ്, വളരെ സിമ്പിളാണ്, ഒട്ടും പേടിക്കാനില്ല, വേഗത്തിൽ ചെയ്യുക എല്ലാവരും.